നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ പറയാൻ സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. പ്രചാരണ രംഗത്ത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കും. ബിജെപി ഡീലെന്ന ആക്ഷേപത്തിന് മറുപടി പറയുകയാണ് ഈ ലക്ഷ്യം. പ്രചാരണത്തിന് സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തും. സീറ്റ് വരെ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിനൊരുങ്ങാനും മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയായിരിക്കും സർക്കാരിന്റെ കൂടുതൽ തന്ത്രങ്ങൾ? എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞത്? അനുഷി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ശേഷം സർക്കാർ പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് എത്തുന്ന വലിയ പ്രചരണമുണ്ട്. അത് ആ രീതിയിൽ UDF കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുകയും ലക്ഷ്യ എന്ന പേരിൽ വലിയ സമ്മിറ്റ് വയനാട്ടിൽ കോൺഗ്രസ് നടത്തുകയും ചെയ്തു. 100 സീറ്റ് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതോടുകൂടി ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം ചോരുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ടാണ് മന്ത്രിമാരുടെ പ്രത്യേക യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചത്. 3.5 മണിക്കൂർ നീണ്ടുന്ന യോഗത്തിലാണ് എങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്നതിന്റെ ആക്ഷൻ പ്ലാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. 100 മുതൽ 110 സീറ്റ് വരെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ് മന്ത്രിമാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം. വികസനം പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. വികസനം ഊന്നി പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണം. വികസനം തന്നെയാകണം പ്രധാനപ്പെട്ട പ്രചരണ അജണ്ട. സർക്കാർ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയണം. ഇടതുമുന്നണി സർക്കാർ വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. UDF പഴയ ഭരണകാലത്തെ ശോചനീയ കാര്യങ്ങൾ അല്ലെങ്കിൽ മോശം അവസ്ഥകൾ ജനങ്ങളെ ചൂണ്ടിക്കാട്ടണം. അതിനൊപ്പം വികസനത്തിനൊപ്പം രാഷ്ട്രീയവും പറഞ്ഞ് മുന്നോട്ട് പോകണമെന്നാണ് മന്ത്രിമാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സന്തുലിതമായ പ്രചരണ തന്ത്രം സ്വീകരിക്കണം. വികസനം, അതിനൊപ്പം തന്നെ രാഷ്ട്രീയവും പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം. പ്രചരണ രംഗത്ത് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണം. ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, BJPയുമായി സഖ്യം ചെയ്യുന്നു, ഡീലുണ്ട് എന്ന വിമർശനങ്ങളൊക്കെ ഈ അടുത്തിടെയായി CPM-ഉം ഇടതുമുന്നണി നേരിടുന്നുണ്ട്. അത് ഒഴിവാക്കാൻ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു തന്നെയാകണം മുന്നോട്ട് പോകേണ്ടതെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കി. പ്രചരണത്തിന് എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കണം. പ്രചരണത്തിൽ സർക്കാർ ഇടതുമുന്നണി പിന്നോട്ട് പോയി എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് AI അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ എല്ലാം സഹായം പ്രചരണ രംഗത്ത് തേടണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. സാമൂഹ്യ മാധ്യമ ഇടപെടൽ ശക്തമാക്കണം. സാമൂഹ്യ മാധ്യമ ഇടപെടൽ പാർട്ടികളുടെ പ്രത്യേകിച്ചുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രൊഫഷണൽ വിഭാഗങ്ങളുടെ പിന്തുണ, സഹായം, സേവനം ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും. സാമൂഹ്യ മാധ്യമ ഇടപെടലിൽ ഇടതുമുന്നണി പിന്നിലായി പോകുന്നുവെന്ന വിമർശനം പൊതുവിൽ ഉയർന്നു വന്നതാണ്. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. 100 മുതൽ 110 വരെയാണ് ഇടതുമുന്നണിയുടെ ടാർഗറ്റ്. ഓരോ മണ്ഡലത്തിലും പ്രത്യേക ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാകും. വികസന പദ്ധതികൾ, ഇതുവരെ ചെയ്ത പദ്ധതികളുടെ ഒരു അവലോകനം ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കും. ചെയ്ത കാര്യങ്ങൾ കൃത്യമാത്ര ജനങ്ങളിലേക്ക് എത്തണം. അത് ഉണ്ടായില്ല എന്നാണ് പൊതുവിൽ ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. മന്ത്രിമാർ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കണം. ചുമതലയുള്ള ജില്ലകളിലെ മന്ത്രിമാരുടെ പ്രവർത്തനം ശക്തമാക്കണം. വികസന കാര്യങ്ങൾ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. വരുന്ന ബജറ്റും ഇടതുമുന്നണി പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമാകും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമാകും. ബജറ്റ് പരമാവധി ജനകീയ പ്രഖ്യാപനങ്ങൾ നടന്നതാകും പിണറായി വിജയന്റെ ഈ സർക്കാരിന്റെ കാലത്തെ അവസാന ബജറ്റ്. അത് പരമാവധി ജനക്ഷേമ ബജറ്റാക്കി മാറ്റാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ഒരുപോലെ അവർ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും UDFന്റെ വലിയ ഒരു മുന്നേറ്റമെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുമ്പോഴും അങ്ങനെയല്ല, ഇടതുഭരണം തുടരും, പിണറായി സർക്കാരിന്റെ ഭരണം തുടർച്ചയുണ്ടാകുമെന്ന ഒരു ആത്മവിശ്വാസം മന്ത്രിമാരിലേക്കും അതുപോലെ തന്നെ ജനങ്ങളിലേക്കും വളർത്താനാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ഭാഗമായുള്ള പ്രചരണത്തിലേക്കാകും CPM-ഉം ഇടതുമുന്നണിയും കടക്കുക. അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ വലിയ തരത്തിലുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴും വലിയൊരു തിരിച്ചടിയാണ് CPM-ന് നേരിടേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് CPM-നെ സഹായിക്കുമോ, അതോ തിരിച്ചടിയാകുമോ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഇന്നലത്തെ യോഗത്തിലുണ്ടായിരുന്നു? അനുശ്രീ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നവംബർ മാസം മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്ഷേമ
പദ്ധതികളുണ്ട്, ക്ഷേമ പെൻഷൻ വർധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു തന്നെയാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ ആ രീതിയിലേക്ക് ആ ഒരു ആഘാതം ഒരു വലിയ തെരഞ്ഞെടുപ്പിൽ തിരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും അത് ഒരു 10 വർഷത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഉണ്ടാകുന്ന കടുത്ത ഒരു ജനവിരുദ്ധ വികാരമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. അതിന് കാരണം ഈ ക്ഷേമ പ്രഖ്യാപനങ്ങളും ക്ഷേമ പദ്ധതികളും തന്നെയാകാമെന്ന് സർക്കാരും ഇടതുമുന്നണിയും കണക്ക് കൂട്ടുന്നു. സർക്കാരിനെതിരെ വികാരമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരായ ചില ജനങ്ങളുടെ അതൃപ്തികളുണ്ട്. പക്ഷെ അതൊക്കെ മറികടക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു ആഘാതം കുറയ്ക്കാൻ ഈ ക്ഷേമ പ്രഖ്യാപനങ്ങളും ക്ഷേമ പെൻഷൻ വർധനയും അടക്കം സഹായിച്ചിട്ടുണ്ട് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് പരമാവധി ക്ഷേമ പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നിയമസഭാ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.